What's up guys, NDM Tech here. So iPhone 14 കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് iPhone 14 mini ഇല്ല. സോ 13 mini ആണ് അവസാനത്തെ ഫ്ലാഗ്ഷിപ്പ് മിനി ഐഫോൺ. പകരം iPhone 14 Plus ആണ്. സോ 14ഉം 14 Plusഉം തമ്മിൽ ആ സൈസ് അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. സോ സൈസിൻ്റേതായിട്ടുള്ള വലിയ ഡിസ്പ്ലേ പ്ലസിനുണ്ടാവും, അതുപോലെ തന്നെ വലിയ ബാറ്ററി ഉണ്ടാവും. ഇനി നമ്മൾ 13 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡിസൈൻ iPhone 13ഉം 14ഉം സെയിം തന്നെയാണ്. 14 ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നെങ്കിൽ പ്ലസ് വാങ്ങിക്കണം, അല്ലെങ്കിൽ പുതിയ കളേഴ്സ് ഏതെങ്കിലും വാങ്ങിക്കണം. ഇതല്ലാണ്ട് 13ഉം 14ഉം തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ US വേർഷൻ ആണെങ്കിൽ സിം കാർഡ് ട്രേ ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രമാണ് ഇതിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ വെയിറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. ഞാൻ പറയുന്നത് ഈ റെഗുലർ 13 14 കാര്യം മാത്രമാണ്. കാരണം ബാക്കി രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സൈസുള്ള ഫോൺസ് ആണ്. റെഗുലർ 13ഉം 14ഉം വെയിറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സിം US ഈ സിം ഉള്ളിയാണ്, സിം കാർഡ് ട്രേ ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിലും ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ സിം കാർഡ് ട്രേയും ഉണ്ടാവും, ഇ സിം സപ്പോർട്ടും ഉണ്ടാവും. പിന്നെ 13 മുതൽ ശരിക്കും പറഞ്ഞാൽ ഡ്യുവൽ ഇ സിം സപ്പോർട്ട് ഉണ്ട്. നമുക്ക് 2 ഇ സിം അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് വെച്ചാൽ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.1 ഇഞ്ച് തന്നെയാണ് ഇപ്പോഴും സൈസ് വരുന്നത്. 14 Plus ആകുമ്പോൾ 6.7 ഇഞ്ച് ഡിസ്പ്ലേ വരും. ബാക്കിയെല്ലാം സെയിം ആണ്. റെസൊല്യൂഷൻ ആയാലും ബ്രൈറ്റ്നസ് ആയാലും ഇതെല്ലാം സെയിം ആണ് വരുന്നത്. ഫേസ് ഐ ഡിയും സെയിം ആണ്, സ്പീഡ് ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാം സെയിം ആണ്. ഇനി ചിപ്പിലോട്ട് വരുമ്പോഴും ആദ്യമായിട്ട് ഒരു ഐഫോൺ അപ്ഗ്രേഡിൽ സെയിം ചിപ്പ് തന്നെയാണെന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇതാദ്യമായിട്ടാണ് അവർ A15 ചിപ്പ്, പഴയ ചിപ്പ് തന്നെ ഈ പുതിയ ഐഫോണിലും വെച്ചിരിക്കുന്നത്. ഇതിൽ ആ കൂടി വരുന്നൊരു വ്യത്യാസം എന്ന് വെച്ചാൽ iPhone 13 A15 ചിപ്പിൽ 4 കോർസ് ആയിരുന്നു GPU ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5 കോറുണ്ട്. അതുകൂടാതെ 13 4 GB റാമേ ഉണ്ടായിരുന്നുള്ളൂ. 13 Proയിൽ മാത്രം 6 GB റാം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം എല്ലാ iPhone 14സിനും 6 GB റാം ഉണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ വരുമ്പോൾ അവർ കഴിഞ്ഞ കൊല്ലം 13 ചെയ്ത പോലെ തന്നെയാണ് ഇപ്രാവശ്യം 14ഉം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രോ അല്ലാത്ത വേർഷൻസിന് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ പ്രോയിൻ്റെ ക്യാമറയാണ് അവർ കൊടുക്കുക. സോ 13 അവർ 12 പ്രോൻ്റെ ക്യാമറ കൊടുത്തിരുന്നത്. അതുപോലെ ഇപ്രാവശ്യം 14 13 പ്രോൻ്റെ ക്യാമറ കൊടുക്കുന്നത്. സ്റ്റേജിൽ അവർ അനൗൺസ് ചെയ്യുന്നത് ഓൾ ന്യൂ 12 MP ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ ക്യാമറയാണ്. വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അപ്പേച്ചറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 1.5 ആയിട്ടുണ്ട് 13 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. 13 1.6 ആണ് അപ്പേച്ചർ വരുന്നത്, ഇതിൽ 1.5 ആണ്. പിന്നെ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഫോട്ടോണിക് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് ബെറ്റർ ഇമേജ് പ്രോസസ്സിംഗ് എന്നാണ്. സ്പെഷ്യലി ലോ ലൈറ്റുള്ള ഇമേജ് പ്രോസസ്സിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാമറ 13 പോയിന്റ് ആകുമ്പോൾ ചിലപ്പോൾ ഈ റെഗുലർ iPhone 13ഉം 14ഉം തമ്മിൽ കേസസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം 13 പോയിന്റ് ലെങ്സിന് സൈസ് വലുതാണ്. സോ ഇപ്പോൾ വരുമ്പോൾ ലെങ്സ് ചെറുതായിട്ട് വലുതായിരിക്കും. ഇതേ പ്രശ്നം 12ഉം 13ഉം തമ്മിലുണ്ടായിരുന്നു. 12ന്റെ ആ ക്യാമറ കട്ടൗട്ടും 13ന്റെ ക്യാമറ കട്ടൗട്ടും മാച്ച് ആവില്ല. കാരണം 13 വന്നിരുന്നത് 12 പ്രോന്റെ ക്യാമറ ആയതുകൊണ്ട് ചെറുതായിട്ട് വലുപ്പം ഉണ്ടായിരുന്നു ലെങ്സിന്. അപ്പോൾ ഇപ്രാവശ്യം അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഹാൻഡ്സ് ഓൺ കിട്ടി കഴിയുമ്പോഴേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്രാവശ്യം സിനിമാറ്റിക് മോഡിൽ 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. 13ലൊക്കെ സിനിമാറ്റിക് മോഡിൽ ഫുൾ HD ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയൊരു ആക്ഷൻ മോഡ് ഉണ്ട്. ആക്ഷൻ മോഡ് എന്ന് വെച്ചാൽ ഒരു ഗിംബിൾ സ്റ്റെബിലൈസേഷൻ പോലത്തെ ഒരു സ്റ്റെബിലൈസേഷൻ ആണ്. അത് ബേസിക്കലി ഒന്നുമില്ല, 4K വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതൊരു 2.8K ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ബേസിക്കലി ഒരു ക്രോപ്ഡ് വീഡിയോ ആണ് കിട്ടുന്നത്. അപ്പോൾ അത് ഒരു ബേസിക് രീതിക്ക് പറയുകയാണെങ്കിൽ വീഡിയോ നമ്മൾ ഇത്തിരി ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ക്കിനെസ് കുറേയൊക്കെ ഒഴിവായി കിട്ടും. സോ അത് അവർ ക്രോപ്പ് ചെയ്ത് പിന്നെ ഒരു എക്സ്ട്രാ പ്രോസസ്സിംഗ് കൂടിയും കൊടുത്തിട്ട് ഒരു ഗിംബിൾ ലൈക്ക് സ്റ്റെബിലൈസേഷനാണ് ഈ ആക്ഷൻ മോഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ പുതിയതായിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ഒരു പുതിയ 12 MP ക്യാമറയാണ്. അത് 1.9 ആണ് അപ്പേച്ചർ വരുന്നത്. ഇതിന് മുന്നേ 2.2 ആയിരുന്നു. അപ്പോൾ 1.9 അപ്പേച്ചർ വരുമ്പോൾ നമുക്ക് അത്രയും ബെറ്റർ ലോ ലൈറ്റ് പെർഫോമൻസും കിട്ടും. അതുകൂടാതെ ആദ്യമായിട്ട് ഐഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഓട്ടോ ഫോക്കസും വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ ആപ്പിൾ വാച്ചിലത്തെ സെയിം സേഫ്റ്റി ഫീച്ചറാണ്. അത് ക്രാഷ് ഡിറ്റക്ഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയെ കൊണ്ടിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് എമർജൻസി സർവീസസിന് കോൺടാക്ട് ചെയ്യും. ആ സെയിം സംഭവം ഈ iPhone 14 പിന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയാണ്. അത് ആപ്പിളിൻ്റെ ഒരു പുതിയൊരു കണക്ടിവിറ്റി ഫീച്ചറാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ബിൽഡിങ്സിനിടയിലൊന്നും വർക്ക് ചെയ്യില്ല. പക്ഷെ നമ്മളൊരു empty ലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ, റേഞ്ച് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഈ ആപ്പിളത്തെ UI വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഡയറക്ഷൻ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാറ്റലൈറ്റ് കണക്ട് ചെയ്തിട്ട് എമർജൻസി സർവീസസിന് നമുക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. ഇത് 2 കൊല്ലത്തേക്കാണ് അവർ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞ് എത്ര പൈസ ആവുമെന്ന് അറിയില്ല. പക്ഷെ 2 കൊല്ലത്തേക്ക് ഫ്രീ ആണ്. പിന്നെ ഇപ്പോഴും 20 വാട്ട് മാത്രമാണ് ഐഫോണിൽ ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. സെയിം ചാർജിങ് സ്പീഡാണ്. മാക്സ് സേഫിൽ 15 വാട്ട്. അതൊക്കെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ബാറ്ററി ലൈഫ്, റിയൽ ലൈഫ് ബാറ്ററി ലൈഫ് എത്ര ഉണ്ട് നമുക്ക് അറിയില്ല. അത് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അറിയുള്ളൂ. പക്ഷെ ആപ്പിളിൻ്റെ സ്ഥിരം ഈ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ള പരിപാടിയിൽ ഒരു 1 hour എക്സ്ട്രാ iPhone 14 ഉണ്ട്. പക്ഷെ റിയൽ ലൈഫ് യൂസിൽ എത്രത്തോളം വ്യത്യാസം വരുന്നുള്ളത് റിയൽ ലൈഫ് എല്ലാവരും യൂസ് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിന്നെ സ്റ്റോറേജ് ഒക്കെ സെയിം തന്നെയാണ്. 128 GB, 256 GB, പിന്നെ 512 GB. പിന്നെ 5 കളേഴ്സാണ് വരുന്നത്: മിഡ് നൈറ്റ്, സ്റ്റാർലൈറ്റ്, പർപ്പിൾ, റെഡ് ആൻഡ് ബ്ലൂ.
അതിൽ ഈ പേർപ്പിൾ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഇതിന് മുന്നേ ഇവരൊരു പേർപ്പിൾ കളർ കൊണ്ടുവന്നിരുന്നു ഐഫോൺ 11 അതിനോട് സാമ്യമുള്ള ഒരു കളറായിട്ട് തോന്നി ഈ വീഡിയോസും ഇമേജസും ഒക്കെ കണ്ടിട്ട്. റെഡ് ഭയങ്കര ബ്രൈറ്റ് ആണ്. 13ന്റെ പ്രൊഡക്റ്റ് റെഡ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ബ്രൈറ്റ് റെഡ് ആണ്. ബ്ലൂ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ബ്ലൂ ശരിക്കും കഴിഞ്ഞ കൊല്ലത്തെ 13 പ്രോന്റെ സിയേറ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് പോലെ ഉണ്ട് ഫോട്ടോസിലും വീഡിയോസിലൊക്കെ. നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും അറിയില്ല. എന്തായാലും നമ്മൾ സെപ്റ്റംബർ 16 ഇവിടെ ഡിവൈസസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ സെപ്റ്റംബർ 16 ഉണ്ടാവും. ആൻഡ് നാട്ടിലത്തെ പ്രൈസ് വരുന്നത് വെച്ചാൽ 80,000 രൂപ iPhone 14-നും 90,000 രൂപ 14+-നുമാണ്. വേറൊരു വീഡിയോ നമ്മളൊരു ബൈയിങ് ഗൈഡ് പോലെ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് 14ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ, ആരൊക്കെയാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, സ്കിപ്പ് ചെയ്യേണ്ട ഫോണാണോ എന്നുള്ളത് 14ന്റെയും 14 പ്രോന്റെയും ആപ്പിൾ വാച്ചിനും എയർപോഡ്സിനും എല്ലാം ഒരു ബൈയിങ് ഗൈഡ് വീഡിയോ ഉണ്ടാവും. സോ ആ ബൈയിങ് ഗൈഡ് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതൊക്കെയാണ് iPhone 14-നും 14+-ലുള്ള വ്യത്യാസം. വളരെ കുറവാണ്. ഇനി നമ്മൾ 14 പ്രോയിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 14 പ്രോയിൽ സത്യം പറഞ്ഞാൽ ഫ്രണ്ട് മാറ്റി നിർത്തിയ ഡിസൈന് വലിയ വ്യത്യാസമൊന്നുമില്ല. ക്യാമറയുടെ ഭാഗം കുറച്ച് വലുതായി എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വെയിറ്റും സെയിം തന്നെയാണ്. ആ ഒരു 2 ഗ്രാമിൻ്റെ ഡിഫറൻസ് എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. അത്രയൊക്കെ തന്നെ പുതിയ കാര്യങ്ങളൊന്നും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഡിസ്പ്ലേ സെയിം ആണ്. നോച്ച് പോയിട്ട് ഇപ്പോൾ ഡൈനാമിക് ഐലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സംഭവമായി. അതിന് ഇംപ്ലിമെന്റേഷൻ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് നമ്മളിങ്ങനെ കുറെ കണ്ടു കഴിയുമ്പോൾ അത് അവിടെ ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. അവരത്രയും അത് സോഫ്റ്റ്വെയറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇല്ലാത്തതാണ്. എല്ലാവരും പറയുന്നുണ്ട് ആൻഡ്രോയിഡിൽ ഹോൾ പഞ്ച് നേരത്തെ ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി ആപ്സ് ഒക്കെ വെച്ച് ചെയ്യാം. ആൻഡ്രോയിഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് നമുക്കിപ്പോൾ ഒരു ഹോൾ പഞ്ച് കട്ടൗട്ട് ആണെങ്കിൽ അതിന് ചുറ്റും നമുക്ക് ഈ ബാറ്ററി പെർസെൻറ്റേജിൻ്റെ ഒരു സർക്കിൾ പോലെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും ആ ഹോളിനെ ഹൈഡ് ചെയ്യുന്നതിന് പകരം അത് അവിടെ ഉണ്ടെന്ന് പിന്നെ വീണ്ടും കാണിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വാൾപേപ്പേഴ്സ് വെച്ച് ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ സ്റ്റാറ്റസ് ബാർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു നല്ലൊരു ഇംപ്ലിമെന്റേഷൻ പോലെ തോന്നി ഡൈനാമിക് ഐലാൻഡ് എന്ന് പറയുന്നത്. കാരണം അത് ഭയങ്കര ഒരു ബൗൺസി യു ആയിട്ട് സത്യം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കട്ടൗട്ട് ഉണ്ടെന്നേ തോന്നില്ല. ആകെ തോന്നിയപ്പോഴെന്ന് വെച്ചാൽ നമ്മളൊരു ഫുൾ സ്ക്രീനിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കട്ടൗട്ട് അവിടെ ഇങ്ങനെ കിടക്കും. അപ്പം അത് നമുക്ക് ആൻഡ്രോയിഡിൽ വരുന്ന അതേ എഫക്റ്റ് ആണ്. എന്ന് വെച്ചാൽ അവിടെ ശരിക്കും ഒരു ബ്ലാക്ക് കട്ടൗട്ട് ഉള്ള പോലെ തോന്നും. അതല്ലാതെ നമ്മൾ സോഫ്റ്റ്വെയർ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അവിടെ ഒന്നും ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പിന്നെ ഇപ്രാവശ്യം 120 Hz ഡിസ്പ്ലേ ആണ്. അത് പറഞ്ഞപ്പോഴാണ് iPhone 14 ഇപ്പോഴും 60 Hz ഡിസ്പ്ലേ തന്നെയാണ് അവർ ഈ 80,000 രൂപയ്ക്കും വിൽക്കുന്നത്. പക്ഷെ പ്രോയിൽ 120 Hz ഡിസ്പ്ലേ ഉണ്ട്. ഇപ്രാവശ്യം വന്നിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്ത് 13 പ്രോയിൽ 10 Hz വരെ താഴേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാലോ LTPO ഡിസ്പ്ലേ ആണ് ഐഫോൺസിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും നീക്കാത്തൊരു UI വെക്കണമെങ്കിൽ ഈ 120 Hz റൺ ചെയ്തുകൊണ്ടിരിക്കില്ല. അത് 10 Hz ആയിട്ട് കുറയും കഴിഞ്ഞ കൊല്ലം. ഇക്കൊല്ലം അത് 1 Hz വരെ കുറയാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ്രോയിഡിലൊക്കെ കൊല്ലങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ആപ്പിളിൽ ഇപ്പോഴാണ് വരുന്നത് 2022. സോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ 1 Hz റിഫ്രഷ് റേറ്റിലായിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയെന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. 2000 നിറ്റ് ബ്രൈറ്റ്നസ് ആണ് ഈ പുതിയ 14 പ്രോയിൽ വരുന്നത്. അത് എല്ലാ സ്മാർട്ട് ഫോൺസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സോ വെയിലത്തൊന്നും യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ iPhone 14 പ്രോസിന് A16 ചിപ്പ് കിട്ടും. അതാണ് ഏറ്റവും പുതിയ ആപ്പിളിൻ്റെ മൊബൈൽ ചിപ്പ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് ആപ്പിളിൻ്റെ ഫസ്റ്റ് 4 നാനോമീറ്റർ ചിപ്പായിട്ട് വരുന്നത്. A15 ഒക്കെ 5 നാനോമീറ്റർ ചിപ്പാണ്. ഇത് 4 നാനോമീറ്റർ ചിപ്പാണ്. അപ്പോൾ ഇതിലും നേരത്തെ വന്നിട്ടുള്ള പോലെ തന്നെ 6 കോർസ് ഉണ്ട്. അതിൽ 4 കോറ് എഫിഷ്യൻസിക്കും 2 കോർ പെർഫോമൻസിനുമാണ്. GPU വരുമ്പോഴും 5 കോർ GPU തന്നെ ഇതിൽ വരുന്നത്. പിന്നെ 16 കോർ ന്യൂറൽ എഞ്ചിനും. ഇനി ക്യാമറാസിലേക്ക് വരുമ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷം ആപ്പിൾ 12 മെഗാ പിക്സൽ മാറ്റി 48 മെഗാ പിക്സൽ ക്യാമറ ആക്കിയിരിക്കുകയാണ്. മെയിൻ ലെങ്സ് മാത്രം 12 മെഗാ പിക്സൽ എനിക്ക് ഓർമ്മ. എനിക്ക് തോന്നുന്നു 6S അവർ 12 മെഗാ പിക്സൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവരെയും 8 മെഗാ പിക്സലായിരുന്നു iPhone 6 വരെ. 6S 12 മെഗാ പിക്സൽ കൊണ്ടുവന്നത്. 6S 12 മെഗാ പിക്സൽ കൊണ്ടുവന്നിട്ട് അത് 2015 7 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2022 അവർ 12 മെഗാ പിക്സൽ മാറ്റുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ 48 മെഗാ പിക്സൽ ക്യാമറ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 12 മെഗാ പിക്സലായിരിക്കും. അവർ ആ 48 മെഗാ പിക്സൽ കൊണ്ട് കൂടുതൽ ഇൻഫോർമേഷൻസ് ഓരോ പിക്സൽസിലും ഗ്യാദർ ചെയ്യുന്നു മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഔട്ട്പുട്ട് വരുമ്പോൾ 12 മെഗാ പിക്സൽ തന്നെയാണ് വരുന്നത്. ബാക്കി ടെലിഫോട്ടോയും അൾട്രാ വൈഡും ഒക്കെ 12 മെഗാ പിക്സൽ ക്യാമറാസ് തന്നെയാണ്. ടെലിഫോട്ടോ ലെൻസിൽ വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ 0.5x പിന്നെ 1x 3x ആണ് നമുക്ക് സൂം ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ 3 ലെൻസ് ഉണ്ട്. അപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്രാവശ്യം 3 ലെൻസ് ഉള്ളെങ്കിലും ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി ഞാൻ ഇടയ്ക്ക് വന്നിട്ടുള്ളത് 2x ആണ്. സോ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ മെയിൻ ക്യാമറ 14 മെഗാ പിക്സൽസ് ആണല്ലോ. അപ്പോൾ അത് ക്രോപ്പ് ചെയ്തിട്ടാണ് അവർ ഈ 2x കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു 12 മെഗാ പിക്സലായിട്ട് ക്രോപ്പ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കൂടി കിട്ടും. അപ്പോൾ ഇപ്പോൾ 0.5x 1x 2x എന്ന് പറയുന്നത് ആ 1xൻ്റെ ലെങ്സ് തന്നെയാണ്, പക്ഷെ ക്രോപ്പ് ടു 12 മെഗാ പിക്സൽസ്. പിന്നെ 3x എന്ന് പറയുമ്പോൾ തേർഡ് ടെലിഫോട്ടോ ലെൻസിലേക്ക് പോകും.
അങ്ങനെ 3 ഇതായിട്ടാണ് ഇപ്പോൾ സൂമിൻ്റെ വരുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ 12 പ്രോയിൽ ഒരു സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിപ്പോൾ 14 പ്രോ മുതൽ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുണ്ട്. സോ ഓബ്വിയസ്ലി ബെറ്റർ സ്റ്റെബിലൈസേഷൻ ആയിരിക്കും. പിന്നെ പുതിയ ഫ്ലാഷും ഉണ്ട്. ഈ ഫ്ലാഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അൾട്രാ വൈഡിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫ്ലാഷും എക്സ്ട്രാ ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിലാണ് എടുക്കണേന്നുള്ള രീതിക്ക് ഫ്ലാഷും കൂടി അത്രയും എക്സ്ട്രാ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ 14 മെഗാ പിക്സൽ മെയിൻ ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ 12 മെഗാ പിക്സൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ആ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ 48 മെഗാ പിക്സൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അത് നമ്മൾ പ്രോ വീഡിയോസ് ഓർ പ്രോറസ് വീഡിയോസ് എടുക്കുമ്പോഴാണ്. അത് കംപ്ലീറ്റ് റോ, പേര് പോലെ തന്നെ റോ ആയിട്ട് 48 മെഗാ പിക്സൽ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. അപ്പം അത്രയും സ്റ്റോറേജ് എക്സ്ട്രാ വരും. ബട്ട് 48 മെഗാ പിക്സൽ ഔട്ട്പുട്ട് റോ വീഡിയോസ് എടുക്കുമ്പോൾ കിട്ടും. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ 14 പറഞ്ഞ അപ്ഗ്രേഡ്സ് എല്ലാം ഓബ്വിയസ്ലി 14 പ്രോയിലും ഉണ്ട്. സാറ്റലൈറ്റ് കണക്ടിവിറ്റി ആയാലും ക്രാഷ് ഡിറ്റക്ഷൻ ആയാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും 14 പ്രോയിലും ഉണ്ട്. സ്റ്റോറേജ് വരുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെയാണ് 128, 256, 512 ആൻഡ് 1 ടെറാബൈറ്റ്. കളേഴ്സ് വരുമ്പോൾ 5 പുതിയ കളറാണ് ഉള്ളത്. ഗോൾഡ്, സിൽവർ, സ്പേസ് ബ്ലാക്ക് ആൻഡ് ഡീപ്പ് പർപ്പിൾ. അപ്പോൾ പച്ചയും നീലയൊക്കെ നിർത്തി പർപ്പിളിലേക്ക് വന്നിരിക്കുകയാണ്. പർപ്പിൾ കുഴപ്പമില്ല, രസമുണ്ട്. എനിക്ക് ആക്ച്വലി സ്പേസ് ബ്ലാക്ക് ആണ് ഇപ്രാവശ്യം ഏറ്റവും ഇഷ്ടമായത്. കാരണം സ്പേസ് ബ്ലാക്ക് കുറച്ചുകൂടി, സ്പേസ് ബ്ലാക്ക് എന്ന് പേരുന്നാണെങ്കിലും കഴിഞ്ഞ കൊല്ലം നമുക്ക് ഗ്രാഫായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡാർക്കറാണ്. സോ കാണാൻ നല്ല രസമുണ്ട്. വീഡിയോസിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. റിയൽ ലൈഫിലൊക്കെയും നമ്മൾ നോക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റംബർ 16 ഹാൻഡ്സ് ഓൺ വീഡിയോ ഉണ്ടാവും. ആൻഡ് ഇതൊക്കെയാണ് ഐഫോൺ 14 ആൻഡ് 14 പ്രോൻ്റെ പുതിയ ഫീച്ചേഴ്സും വ്യത്യാസങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ നമ്മൾ ബൈയിങ് ഗൈഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഐഡിയ കിട്ടും. ഇത് പ്രാവശ്യം വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഒരു ബെറ്റർ ഐഡിയ കിട്ടും. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും പുതിയ വീഡിയോ ഐഡിയാസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ കൊടുത്താൽ മതി. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.